ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടത് ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് വേണം, പിന്നെ എംബ്രോയ്ഡറി ത്രെഡ്സ് വേണം, വലിയ ഐയുള്ള ഒരു നീഡിലും കൂടി വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ത്രെഡ്സൊക്കെ ഇങ്ങനെ വേഗം കെട്ടുകൂടി പോകും. അപ്പോൾ അത് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എംബ്രോയ്ഡറി ബോബിൻ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഹൂപ്പിൻ്റെ സ്ക്രൂ ഇങ്ങനെ ലൂസാക്കിയിട്ട് നമ്മൾ ഉള്ളിലെ റിങ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു നല്ലൊരു കട്ടിയുള്ള ക്ലോത്ത് കോട്ടൻ്റെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ റിങ്ങും കൂടി വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക, വലിക്കുക. എന്നിട്ട് ടൈറ്റാക്കുക, നല്ലോണം ടൈറ്റാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഒരേ വീതിയിൽ. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ ഓരോ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യാം. ഞാനൊരു ത്രെഡ് എടുക്കുകയാണ്. ഈ നൂലിൽ നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മൂന്നെണ്ണത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂചിയിൽ നൂല് കോർക്കാം. സൂചി കോർത്തതിന് ശേഷം നമുക്ക് മറ്റേ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം. ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലൈനിൽ താഴെ നിന്ന് സൂചി കുത്തിയെടുക്കുക മുകളിലേക്ക്. കുറച്ച് വിട്ടിട്ട് താഴേട്ടേക്ക് കുത്തുക. പിന്നെ കുറച്ച് വിട്ടിട്ട് മേലോട്ടേക്ക് കുത്തുക. പിന്നെ കുറച്ച് വിട്ടിട്ട് താഴോട്ടേക്ക് കുത്തുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ലൈന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ടേക്ക് കുത്തിയെടുക്കുക. അവിടെ നമുക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു വേറെ ഒരു ഗ്രീൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ആദ്യത്തെ പോലെ തന്നെ താഴെ നമ്മൾ സൂചി കുത്തിയെടുക്കുക മേലോട്ടേക്ക്. എന്നിട്ട് കുറച്ച് വിട്ടിട്ട് നമ്മൾ താഴേക്ക് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ മേലോട്ട് കുറച്ച് വിട്ടിട്ട് കുത്തിയെടുത്തതിന് ശേഷം ബാക്കിലേക്ക് നമ്മൾ ആദ്യം കുത്തിയിറക്കില്ല, അവിടേക്ക് തന്നെ നമ്മൾ ഒന്നുകൂടി താഴേക്ക് കുത്തുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ബാക്കോട്ടേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ലൈനും ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് തുടങ്ങാം. വേറൊരു കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ആദ്യം കുത്തിയ സ്ഥലത്ത് നമ്മൾ പിന്നെയും നമ്മൾ അതിൽ തന്നെ നമ്മൾ കുത്തിയിട്ട് കുറച്ച് മുന്നോട്ടേക്ക് സൂചി കുത്തുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് ഒന്ന് ചുറ്റുക. നമ്മളൊരു ചെയിന് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ സൂചി എടുക്കുമ്പോൾ ചെയിന് പോലെ കാണാം. ഇനി നമ്മൾ ആ കുത്തിയ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി കുത്തിയിട്ട് മുന്നോട്ടേക്ക് കുറച്ച് വിട്ടിട്ട് കുത്തുക. എന്നിട്ട് നമ്മൾ ഒന്ന് കുളത്തിട്ട് കൊടുക്കുക ത്രെഡ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയിനായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ, അതിനാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് അധികം വിട്ടുക. നമ്മൾ ആദ്യം വിട്ടതിന് തന്നെ ഇരട്ടി വിട്ടുക. അധികം വിട്ടിട്ട് ഈ രണ്ടിനും നടുവിലേക്ക് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെയും വീണ്ടും കുറച്ച് വിട്ടിട്ട് നടുവിലേക്ക് കുത്തിയെടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെം സ്റ്റിച്ചും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. 2 ലൈൻ ഇട്ടുണ്ട്, കാണുന്നില്ലേ? 2 ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ലൈനിൽ താഴത്തെ ലൈനിൽ നമുക്ക് തുടങ്ങാം. അവിടെ കുത്തിയെടുക്കുക സൂചി, എന്നിട്ട് ഒന്ന് ചെരിച്ചിട്ട് മേലത്തെ ലൈനിൽ കുത്തുക. എന്നിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ താഴത്തെ ലൈനിൽ കുത്തിയെടുക്കുക. അങ്ങനെ കുത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ മേലിൽ നിന്ന് താഴോട്ടേക്ക് തന്നെ നേരെ സ്ട്രൈറ്റ് തന്നെ അങ്ങനെ കുത്തിപ്പോവുക. ത്രെഡിൻ്റെ മേലെ കൂടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹോളായിട്ട് വരും. അതിനാണ് ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ 5 സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ 3 ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട് ചെറിയ വീതിയിൽ. നടുവത്തെ ലൈനിൽ കുത്തിയെടുത്തിട്ടുണ്ട് സൂചി. എന്നിട്ട് അതിന് നേരെ താഴത്തെ ലൈനിൽ കുത്തിയിട്ട് നടുവത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക സൂചി. അതേപോലെ തന്നെ അതിന് നേരെ മേലത്തെ ലൈനിലൂടെ കുത്തിയിട്ട് സെൻറ്ററിലേക്ക് കുത്തിയെടുക്കുക. ത്രെഡിൻ്റെ മുകളിലൂടെയാണ് സൂചി കുത്തിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ താഴത്തൂടെ പിന്നെയും കുത്തുക, പിന്നെ മേലെ കുത്തുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെറിംബോണാണ്. 2 ലൈന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ലൈനിൽ ഫസ്റ്റ് കുത്തിയെടുക്കുക. എന്നിട്ടൊന്ന് ചെരിച്ച് മേലത്തെ ലൈനിൽ കുത്തിയിട്ട് കുറച്ച് വിട്ടിട്ട് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ചെരിച്ചിട്ട് കുത്തിയത് ആദ്യം കുത്തിയതിൻ്റെ നേരെ താഴേക്ക് കുത്തുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ടഫായിട്ട് തോന്നും. പക്ഷെ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈസി ആണെന്ന്. ചിലർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിന്ന് ഈ വീഡിയോയിൽ 7 സ്റ്റിച്ചസാണ് പഠിച്ചത്. ബാക്ക് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ബട്ടൺ ഹോൾ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്, ഹെറിംഗ് ബോൺ. ബാക്കി സ്റ്റിച്ചസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.